ലയണൽ മെസ്സിയെയും അർജന്റീന ഫുട്ബോൾ ടീമിനെയും കേരളത്തിൽ എത്തിക്കുമെന്ന് പ്രഖ്യാപിച്ച് മുൻ LDF സർക്കാർ നടത്തിയ ഇടപാടുകളിൽ കോടികളുടെ സാമ്പത്തിക ക്രമക്കേട് നടന്നതായി കണ്ടെത്തൽ. കായിക വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിലാണ് ഗുരുതര ചട്ടലംഘനങ്ങൾ വ്യക്തമാക്കുന്നത്. വിദേശ നാണയ വിനിമയ ചട്ടലംഘനം, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണമെന്നാണ് റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നത്. സ്പോൺസറെ തെരഞ്ഞെടുത്തതിൽ സർക്കാർ ചട്ടങ്ങൾ പാലിച്ചിട്ടില്ല. സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്തു. സുതാര്യം അല്ലാതെയാണ് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടന്നത്. അർജന്റീന ടീം വരുമെന്ന സ്പോൺസറുടെ വാഗ്ദാനം ആധികാരിക രേഖകൾ ഇല്ലാതെയാണെന്നും കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ചട്ടങ്ങൾ മറികടന്നുകൊണ്ടുള്ള അതിവേഗ നീക്കങ്ങളാണ് ഇക്കാര്യത്തിൽ നടന്നത് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. അർജന്റീന വരും എന്ന വാഗ്ദാനം ആധികാരിക രേഖകൾ ഇല്ലാതെയാണെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമായി പറയും. അർജന്റീന ടീം കേരളത്തിൽ കളിക്കണമെങ്കിൽ ഫിഫ രജിസ്ട്രേഷൻ ഉൾപ്പെടെ നിർബന്ധമാണ്. എന്നാൽ ഫിഫ അംഗീകാരമോ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ അനുമതിയോ ഒന്നും ഇല്ലാതെയാണ് വാഗ്ദാനം നൽകുന്നതിലേക്ക് കമ്പനിയും സർക്കാരും ഉൾപ്പെടെ നീങ്ങിയത്. കൂടാതെ അന്താരാഷ്ട്ര കരാർ ഉൾപ്പെടെ ലംഘനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ സ്പോൺസറായ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അഡ്വാൻസ് തുകയായി 126 കോടി രൂപ നൽകിയതിന് സർക്കാരിന്റെ കയ്യിൽ രേഖകളില്ല. AFAയും സർക്കാരും തമ്മിലോ പ്രൊമോട്ടർമാരുമായുള്ള കരാറുകൾ, MOU എന്നിവയൊന്നും ഫയലുകളിൽ. കുറച്ച് ഇമെയിൽ മാത്രമാണ് കായിക വകുപ്പിന്റെ കൈവശമുള്ളത്. ടെൻഡർ വിളിക്കാതെ സ്പോൺസറായി തെരഞ്ഞെടുത്ത ഗോട്ട് ആൻഡ് ഗ്ലോബൽ എന്ന കമ്പനി കത്തയക്കുന്നതിന് 20 ദിവസം മുമ്പ് മാത്രം രൂപീകരിച്ച ഷെൽ കമ്പനിയാണെന്ന സംശയവും ആ റിപ്പോർട്ടിൽ പറയുന്നു. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് മെയിൽ അയച്ചത് നടപടിക്രമം പാലിക്കാതെയാണെന്നും AFAയുടെ ഉറപ്പ് ലഭിക്കാതെ പരിപാടിയുമായി മുന്നോട്ട് പോയതായും കണ്ടെത്തിയിട്ടുണ്ട്. നടപടിക്രമങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടും കായിക വകുപ്പ് മുഖവിലക്കെടുത്തില്ലെന്നും മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിന് ശേഷം കാര്യങ്ങൾ ശരവേഗത്തിൽ നീങ്ങിയെന്നും ചീഫ് സെക്രട്ടറിക്ക് മേൽനോട്ടക്കുറവുണ്ടായിരുന്നെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സ്പോൺസറിനെ തെരഞ്ഞെടുത്തത് ടെൻഡർ ഇല്ലാതെയാണ്. ഇതിനായി സ്റ്റേഡിയം ഡെപ്പോസിറ്റ് ഇല്ലാതെ വിട്ടുകൊടുത്തു. ഇതിൽ വിനോദ നികുതി ഒഴിവാക്കിയിരുന്നു. ഫിഫ രജിസ്ട്രേഷൻ ഉണ്ടായില്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇടപാടിൽ FCRA ലംഘനവും കള്ളപ്പണ ഇടപാടുകളും നടന്നിട്ടുണ്ടെന്ന സൂചന ഉള്ളതിനാൽ ED ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് ശുപാർശ ചെയ്യണമെന്നും സ്പെഷ്യൽ സെക്രട്ടറി നിർദ്ദേശിക്കും. മുൻ കായിക മന്ത്രി V. അബ്ദുൾ റഹ്മാനാണ് എല്ലാം തീരുമാനിച്ചത്. മുൻ മന്ത്രി നടപടിക്രമം പാലിച്ചില്ലെന്നും എല്ലാ കത്തിടപാടുകളും നടത്തിയത് V. അബ്ദുൾ റഹ്മാൻ നേരിട്ടാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തട്ടിപ്പിൽ ഉൾപ്പെട്ടവർക്കെതിരെ വിശദ അന്വേഷണവും മുൻ മന്ത്രിയുടെ യാത്രകളും മെയിലുകളും അന്വേഷിക്കണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു. അതേസമയം കലൂർ സ്റ്റേഡിയം കൈമാറിയതിലും ഗുരുതര വീഴ്ചയുണ്ടായെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്ന് മത്സരം നടക്കും എന്ന് കൃത്യമായി അറിയിച്ചിട്ടില്ല. ഇൻഷുറൻസോ ബാങ്ക് ഗ്യാരണ്ടിയോ പോലും ഇല്ലാതെയാണ് സ്റ്റേഡിയം കൈമാറിയത് എന്നുമാണ് വിവരങ്ങൾ. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഏകദേശം 126 കോടി രൂപ നൽകിയതായി സ്പോൺസർ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഈ പണം കൈമാറിയതിന്റെയോ AFA അത് സ്വീകരിച്ചതിന്റെയോ യാതൊരു രേഖകളും സർക്കാരിന് ലഭിച്ചിട്ടില്ല. AFAയും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള കരാറിന്റെ രേഖയോ സ്പോൺസറും സർക്കാരും തമ്മിൽ ഒപ്പിട്ടതിന്റെ രേഖകളോ കണ്ടെത്താനായിട്ടില്ല. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N. പ്രശാന്താണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. റിപ്പോർട്ടിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രി എടുക്കുമെന്ന് കായിക യുവജനകാര്യ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് J. ജനീഷ് പറഞ്ഞു. നിലവിൽ കായിക വകുപ്പ് നൽകിയിട്ടുള്ള റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഗൗരവകരമാണ്. ഈ റിപ്പോർട്ടിന്മേൽ മുഖ്യമന്ത്രിയാണ് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതെന്ന് കായിക മന്ത്രി ജനീഷ് പറയുന്നു. അർജന്റീന ഫുട്ബോൾ ടീമിൽ നിന്നും ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കുന്നതിന് മുൻപാണ് കൊച്ചിയിൽ പ്രദർശന മത്സരം നടത്തുമെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തയക്കുന്നത്. വിദേശത്തേക്ക് പണം കൈമാറുന്നതിനുള്ള കേന്ദ്ര അനുമതിയും ഇതിന്റെ അടിസ്ഥാനത്തിൽ തേടിയിരുന്നു. 126 കോടി രൂപയുടെ ഇടപാടിന് 22.68 കോടി രൂപ സേവന നികുതി അടക്കണമെന്നാവശ്യപ്പെട്ട് GST വകുപ്പ് സ്പോൺസർക്ക് അടുത്തിടെ സമൻസ് നൽകിയതും സംശയങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്. സംഭവത്തിൽ റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട ആൻഡോ അഗസ്റ്റിൻ കാഞ്ഞങ്ങാട്ടെ GST കാര്യാലയത്തിൽ ഹാജരായി മൊഴി നൽകി. വിദേശ അക്കൗണ്ടിലേക്ക് പണം അയച്ചതിനാൽ റിവേഴ്സ് ചാർജ് വിഭാഗത്തിൽ പെടുത്തിയാണ് സേവന നികുതി അടക്കാൻ GST വകുപ്പ് ആവശ്യപ്പെട്ടത്. മെസ്സി കേരളത്തിൽ വന്നിട്ടില്ലെന്നും അതിനാൽ സേവന നികുതി അടക്കേണ്ട ബാധ്യത ഇല്ലെന്നുമാണ് മൊഴി നൽകിയത്. എന്നാൽ പണം കൈമാറിയ സ്ഥിതിക്ക് GST തുക ഒഴിവാകില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. GSTയുടെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ കേരളത്തിലെ ഏത് യൂണിറ്റിനും പരിധിയില്ലാതെ പ്രാഥമിക പരിശോധന നടത്താനും തുടർ നടപടി എടുക്കാനും അനുവാദം. കാഞ്ഞങ്ങാട്ടെ ഒരു ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ പണം കൈമാറിയതായി ബോധ്യപ്പെടുകയും സേവന നികുതി അടച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ആദ്യം നോട്ടീസും പിന്നീട് സമൻസും അയച്ചു. എന്നാൽ അന്വേഷണം നടക്കുന്നതിനിടെ ഈ ഉദ്യോഗസ്ഥനെ തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റി. അതോടെ ആ ഫയൽ ചുവപ്പുനാടയിലായി. UDF സർക്കാർ അധികാരത്തിൽ ഏറിയതോടെയാണ് വീണ്ടും സമൻസ് അയച്ച് മൊഴിയെടുക്കുന്നത്. അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നതിനായി മുൻ കായിക മന്ത്രി V. അബ്ദുൾ റഹ്മാൻ 2024 സെപ്റ്റംബറിൽ സ്പെയിൻ സന്ദർശിച്ചിരുന്നു. അന്നത്തെ കായിക വകുപ്പ് സെക്രട്ടറി പ്രണബ് ജോയ്നാഥ്, ഡയറക്ടർ P. വിഷ്ണുരാജ് എന്നിവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ഈ സംഘം ഒരാഴ്ചയോളം സ്പെയിനിൽ ചെലവഴിക്കുകയും ചെയ്തു. എന്നാൽ AFAയുടെ ക്ഷണപ്രകാരമാണ് യാത്ര നടത്തിയെന്നതിന് സർക്കാരിന്റെ കൈവശം രേഖകളൊന്നുമില്ല. യാത്രയ്ക്കിടെ മന്ത്രി ആരുമായാണ് കൂടിക്കാഴ്ച നടത്തിയെന്നും എന്താണ് ചർച്ച ചെയ്തെന്നും വ്യക്തമാക്കുന്ന യാതൊരുവിധ രേഖകളും ലഭ്യമല്ല.